അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ അലിഫ് അറബിക് ടാലൻറ്റ് എക്സാമിൻ്റെ പുതിയൊരു ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അപ്പോൾ കഴിഞ്ഞ 3 ക്ലാസ്സുകൾ കണ്ടവരായിരിക്കും ഈ ക്ലാസ് കാണുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. LP UP വിഭാഗത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ LP വിഭാഗത്തിൻ്റെ ഒരു ക്ലാസ്സാണ്. കഴിഞ്ഞ 3 ക്ലാസ്സുകളായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് വന്നത്, എങ്ങനെയാണ് ഉത്തരം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 50% ചോദ്യം വരുന്നത്. എവിടെ നിന്നൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ് അവസാനം വരെ കാണുക, നന്നായിട്ട് പഠിക്കുക, അതിനുശേഷം എക്സാം അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ കാണുന്ന 9778027141 എന്ന നമ്പറിലേക്ക് ഡൗട്ടുകളൊക്കെ വാട്സാപ്പായിട്ട് ചോദിക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിർദ്ദേശങ്ങളൊക്കെ അവിടെ അറിയിക്കുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, അന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാഠപുസ്തകങ്ങളിലെ ആദ്യത്തെ പോയിന്റ് ഇതാണ്, അൻതി എന്ന് പറയുന്നതാണ്. ഇപ്പം നോക്കുക, അൻതി യാ ഫാത്തിമ. അപ്പോൾ ഫാത്തിമ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി ആയതുകൊണ്ട് മുഅന്നസ് എന്നാണ് സ്ത്രീവർഗങ്ങളെ അല്ലെങ്കിൽ സ്ത്രീലിംഗത്തെ നമ്മൾ സൂചിപ്പിക്കുക. എന്താണ് മുഅന്നസ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള മുഅന്നസ് ആയിട്ടുള്ള സ്ത്രീകളായിട്ടുള്ളവരോട് നീ എന്ന് പറയാൻ വേണ്ടി അറബി ഭാഷയിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? അൻതി എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ഏതെങ്കിലും ചോദ്യത്തിൽ ഇതുപോലെ പെൺകുട്ടികളുടെ പേരുകളോ അല്ലെങ്കിൽ ഉമ്മുൻ എന്നൊക്കെ തന്നിട്ട് നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ മക്കൾ അവിടെ യു അല്ലെങ്കിൽ നീ, നിങ്ങൾ എന്നതിനൊക്കെ അൻതി എന്നാണ് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ ഒരു സ്ത്രീക്ക് പകരം ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയൊക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്ത് പറയും? അൻതി എന്നതിന് പകരം അൻത എന്നാണ് പറയേണ്ടത്. അപ്പോൾ അൻതി എന്താണ്, അൻത എന്താണെന്ന് മനസ്സിലായല്ലോ. പുരുഷനാണെങ്കിൽ അൻതയും സ്ത്രീയാണെങ്കിൽ അൻതിയുമാണ് പറയേണ്ടത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ജവ്വാൽ എന്ന് പറയുന്ന ഈ സാധനം എന്താന്ന് എല്ലാ മക്കളും അറിഞ്ഞിരിക്കണം. ജവ്വാലിൻ്റെ മീനിങ് എന്താണ്? അത് മൊബൈൽ ഫോണാണ് കേട്ടോ. ഹായ് ജവ്വാൽ എന്ന് ഇവിടെ ഒരു കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ജവ്വാലുൻ, ജവ്വാലു എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണാണ്. ആ വേർഡിൻ്റെ മീനിങ് ശരിക്കും പഠിച്ചു വെക്കുക. വേർഡ് മീനിങ്ങുമായി ബന്ധപ്പെട്ട് ചിലപ്പം ചോദ്യങ്ങൾ വരാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് മറ്റൊരു വേർഡാണ്. എന്താണ് ആ വേർഡ്? അഹദ എന്നുള്ളതാണ് നെക്സ്റ്റ് വേർഡ്. എന്താണ് അഹദ? അഹദ എന്ന് പറഞ്ഞാൽ എന്താണ്? ടുക്ക്. മനസ്സിലായോ? ടുക്ക് അല്ലെങ്കിൽ എടുത്തു എന്നാണ്. അപ്പോൾ അഹദ സിനാനുൻ അൽ ജവ്വാല എന്ന് പറഞ്ഞാൽ എന്താണ്? സിനാന് ഒരു മൊബൈൽ ഫോൺ എടുത്തു. സിനാൻ മൊബൈൽ ഫോൺ എടുത്തു. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ടാവുമല്ലോ, സിനാൻ ഇങ്ങനെ മൊബൈൽ ഫോണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അഹദ എന്നതിൻ്റെ വേർഡ് മീനിങ് പഠിച്ചു വെക്കണം. എന്താണ്? ടുക്ക് അല്ലെങ്കിൽ എടുത്തു എന്നാണ് അഹദ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ അടുത്ത സെൻറ്റൻസ് പറയാൻ പോവാണ്. സഖത്തൽ ജവ്വാലു വൻകസറ. നിങ്ങൾ പഠിക്കാൻ പോകുന്ന അടുത്ത വേർഡാണ് സഖത്ത. എന്താണ് സഖത്ത? സഖത്ത എന്ന് പറഞ്ഞാൽ വീണു എന്നാണ്. വീണു എന്നാണ് കേട്ടോ. അപ്പോൾ അതും പഠിച്ചു വെക്കുക. അഹദ എന്ന് പറഞ്ഞാൽ എടുത്തു, സഖത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? വീണു പോയി എന്നാണ് മനസ്സിലാക്കി വെക്കുക. ഇനി കസറ, മൻ കസറ. അപ്പം ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഒന്ന്, കസറ എന്ന് പറഞ്ഞതിൻ്റെ വേർഡ് മീനിങ് ആണ്. കസറ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു കേട്ടോ. കസറ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടിച്ചു. അഹദ എടുത്തു, സഖത്ത വീണു, കസറ പൊട്ടിച്ചു. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് തരും, എന്നിട്ട് ഇതിൻ്റെ അവസാനത്തിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തരും. അപ്പം ആരാണ് ഒരു കാര്യം ചെയ്തത്, ആര് എന്നാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യത്തിൽ ചേർക്കേണ്ടതെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് മൻ എന്ന് പറയുന്നത്. അപ്പം മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നുള്ളതാണ്. ചിലപ്പോൾ ഇതേ സെൻറ്റൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, എന്നിട്ട് മൻ എന്ന സ്പേസിൽ ബ്ലാങ്ക് അല്ലെങ്കിൽ ഡാഷ് ഇട്ട് തരും. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് കൊടുക്കുക? മൻ കസറ ഹാദ, ഇത് ആരാണ് പൊട്ടിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം മൻ എന്ന് പറഞ്ഞാൽ ആര്, ഹു എന്നുള്ളതാണ്. കസറ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് അല്ലെങ്കിൽ പൊട്ടിക്കുക എന്നാണ്. സഖത്ത എന്ന് പറഞ്ഞാൽ വീണു എന്നാണ്. അഹദ എന്ന് പറഞ്ഞാലോ
എടുത്തു എന്നാണ്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അൻതിയ ഫാത്തിമ അല്ലേ, ഫാത്തിമ നീയാണോ എന്ന് ചോദിക്കുകയാണ്. ഫാത്തിമ നീയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫാത്തിമ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അൻതി, കണ്ടോ, അൻതി എന്നാണ് അവിടെ നമ്മൾ പറയേണ്ടത്. അപ്പോൾ അടുത്തത് നോക്കൂ, ഇവിടെ ഷിഹാബ് ആണുള്ളത്. ഷിഹാബിനോട് ചോദിക്കുകയാണ് ഷിഹാബേ നീയാണോ എന്ന് ചോദിക്കുകയാണ്. ഷിഹാബേ നീയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഷിഹാബ് ആൺകുട്ടി ആയതുകൊണ്ട്, മുദക്കർ ആയതുകൊണ്ട് അവിടെ നമ്മൾ എന്താ പറയാ, അൻത എന്നാണ് പറയാ. അപ്പൊ അൻത എന്ന് പറഞ്ഞാല് ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കുന്നു, നീ എന്നാണ് അർത്ഥം. അൻതി എന്ന് പറഞ്ഞാല് നീ എന്നാണ് അർത്ഥം, പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അല്ലെങ്കിൽ മുഅന്നസിനാണ് ഉപയോഗിക്കുന്നത്. ഇനി മക്കളെല്ലാവരും ഈ ഒരു സെന്റൻസ് കാണാതെ പഠിക്കണം. കാരണം എന്താ, ഇതിലെ ഏതെങ്കിലും ചില ഭാഗം ചിലപ്പം മുറൻ എന്നുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ അൽ ഹക്ക എന്നുള്ളതൊക്കെ ആയിരിക്കാം. ഈ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് കൃത്യമായത് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി ചോദ്യം ഉണ്ടാകും. അപ്പൊ എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഖുലിൽ ഹക്ക വലൗ കാന മുറ. എല്ലാവരും പറയണം കേട്ടോ, കേൾക്കുന്നവരൊക്കെ പറയണം. എന്താണ് ഖുലിൽ ഹക്ക വലൗ കാന മുറ? ഒന്നുകൂടെ പറയൂ, എന്താണ് ഖുലിൽ ഹക്ക വലൗ കാന മുറ? ഖുലിൽ ഹക്ക, നിങ്ങൾ സത്യം പറയണം, വലൗ കാന മുറ, അത് കയ്പുള്ളതാണെങ്കിലും ശരി. അപ്പൊ ഈ സെന്റൻസ് മക്കൾ പഠിച്ചു വെക്കുക മാത്രമല്ല പ്രായോഗികമായിട്ട് ചെയ്യുകയും വേണം. നമ്മൾ പറയാൻ അല്പം പ്രയാസമുള്ളതാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും സത്യം തന്നെ എന്ത് ചെയ്യണം, പറയണം. ഓക്കെ, അപ്പൊ ഖുലിൽ ഹക്ക വലൗ കാന മുറ എന്നുള്ളത് പഠിച്ചു വെക്കുക. ഇതിലേതെങ്കിലും ഭാഗം ഒഴിവാക്കിയിട്ട് ഓപ്ഷനിൽ നിന്ന് ശരി ഉത്തരം തിരഞ്ഞെടുക്കാൻ വേണ്ടി ചോദിക്കും. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. യാ സൽമ അൻതി റാഖിസത്തുൻ എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്കൂ, യാ സൽമ, കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സൽമ എന്ന്, സെൽമത്താത്ത അല്ലെ, സെൽമത്താത്ത. അപ്പൊ സൽമ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ പേരായതുകൊണ്ട് നീ എന്ന് പറയാൻ വേണ്ടി ഇവിടെ എന്താ ഉപയോഗിച്ചത്, അൻതിയാണ് ഉപയോഗിച്ചത് കേട്ടോ. പിന്നെ റാഖിസത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാൻസ് ചെയ്യുന്നവളാണ് എന്നാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അൻതി എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ മക്കളെ പറയൂ, യാ സലീമു, സലീമേ നീ ഡാൻസ് ചെയ്യുന്നവനാണ് എന്ന് പറയാൻ ഇവിടെ എന്തായിരിക്കും വരിക, അൻതയായിരിക്കും അല്ലെ വരിക. സലീം ആൺകുട്ടി അതുകൊണ്ട് നമ്മൾ എന്ത് പറയണം, നീ എന്നതിന് അൻത എന്നാണ് അവിടെ പറയേണ്ടത്. ഇനി നോക്കൂ, യാ റാഷിദു, റാഷിദേ ഡേഷ് കാര്യം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താ പറയേണ്ടത്, അൻത എന്നാണ് പറയേണ്ടത് അല്ലേ. യാ മീനു, മീനു അല്ലേ, അത് മീനു ഒരു പെൺകുട്ടിയാണ്, കാരി എത്തുന്നാണ് കണ്ടത്, കണ്ടോ ഇവിടെ പെൺകുട്ടി അതുകൊണ്ട് കാരി എത്തുൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയണം, അൻതി എന്ന് പറയണം. റാഷിദ് ആൺകുട്ടി ആയതുകൊണ്ട് കാരി ഉൻ എന്നാണ് വന്നിട്ടുള്ളത്. ആ റാഷിദിന് പകരം ഒരു റാഷിദയോ ഫാത്തിമയോ ആയിഷയ്ക്കാണെങ്കിൽ കാരി എത്തുൻ എന്ന് നമ്മൾ പറയുമായിരുന്നു. ഇവിടെ നോക്കൂ നിങ്ങൾ, സെൽമ പെൺകുട്ടി ആയതുകൊണ്ട് റാഖിസത്തുൻ എന്ന് വന്നു. സലീം ആൺകുട്ടി ആയതുകൊണ്ട് റാഖിസുൻ എന്നാണ് വന്നത്, റാഖിസത്തുൻ എന്ന് വന്നിട്ടില്ല. അപ്പൊ അൻത എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, അവിടെ അവസാനത്തിൽ റാഖിസ് എന്നാണ് വരിക, അവിടെ എന്തില്ല, ഹാത്ത ഇല്ല. അൻതി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ്, അപ്പൊ നമ്മൾ അവന്റെ അവസാനം എന്ത് കൊടുക്കണം, റാഖിസത്തുൻ ഹാത്ത കൊടുക്കണം. റാഷിദ് ആൺകുട്ടിയാണ്, അൻത എന്ന് പറയണം, ഹാത്ത വേണ്ട. മീനു പെൺകുട്ടിയാണ്, അൻതി എന്ന് പറയണം, അവസാനം ഹാത്ത കൊടുക്കണം. ഓക്കെ, ഇനി നോക്കുക, ഈ സെന്റൻസ് നോക്കൂ. കാന ഫീ ഖറിയത്തിൻ മുസാരിഉൻ. നമ്മൾ നേരത്തെ പഴയ ചോദ്യപേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മുസാരിഉൻ എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലേ, കർഷകൻ, ഫാർമർ എന്ന അർത്ഥത്തിലുള്ള ഈ വേർഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നത്. അപ്പൊ മുസാരിഉൻ ഫാർമർ ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി നോക്കൂ, ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ഈ സെന്റൻസ് തരും, മനസ്സിലായോ? ഒരു മുസാരി ആയ ആള്, ഒരു ഫാർമർ ആയ ഒരാള് എന്തായിരിക്കും വാങ്ങുക, അയാൾക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ വാങ്ങുന്ന സാധനത്തിന്റെ പേരാണ് മസ്റഅത്തുൻ, കൃഷിസ്ഥലം, കൃഷിഭൂമി. അപ്പൊ ശ്രദ്ധിക്കുക, മുസാരി ആയ ഒരാള് സ്വാഭാവികമായിട്ടും അയാൾ വാങ്ങുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്, മസ്റഅത്തുൻ എന്നാണ്, കൃഷിസ്ഥലം. അപ്പൊ ഇഷ്തറ അയാൾ വാങ്ങി, മസ്റഅത്തൻ ബിമിഅത്തി ദീനാരിൻ 100 ദീനാർ കൊണ്ട് അയാൾ എന്ത് ചെയ്തു, 100 സ്വർണ്ണ നാണയം കൊണ്ട് അയാൾ ഒരു കൃഷിസ്ഥലം വാങ്ങി. അപ്പൊ മുസാരി ഉൻ ഫാർമർ ആണ്, ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങിയതാണ്, മസ്റഅത്ത് മുസാരി വാങ്ങുന്ന സ്ഥലം മസ്റഅത്ത്, അത് കൃഷിസ്ഥലം.
ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് എണ്ണങ്ങൾ പഠിക്കാം കേട്ടോ. കുറച്ച് എണ്ണങ്ങൾ പഠിക്കാം. അറിയുന്നവർ തന്നെ ആയിരിക്കും അല്ലേ. 10 എന്ത് പറയും? അശറത്തുൻ. 20 എന്ത് പറയും? ഇശ്റൂൻ എന്ന് പറയും അല്ലേ. ഇനി സലാസയാണല്ലോ 3, അപ്പം 30 സലാസൂൻ. അർബഅയാണല്ലോ 4, അപ്പം 40 അർബഊൻ. ഖംസയാണല്ലോ 5, അപ്പം 50 ഖംസൂൻ. സിത്താണല്ലോ 6, അപ്പം സിത്തൂൻ 60. പിന്നെ സബ്അയാണല്ലോ 7, അപ്പം എന്താണ്? സബ്ഊൻ 70. സമാനിയയാണല്ലോ 8, അപ്പം 80 സമാനൂൻ. തിസ്അയാണല്ലോ 9, അപ്പം 90 തിസ്ഊൻ. പിന്നെ മിഅത്തിന് 100ന് മിഅ കേട്ടോ. 100ന് മിഅ. അപ്പം നിങ്ങൾക്ക് പിന്നെ 30 മുതൽ 90 വരെ പഠിക്കാൻ വളരെ സിമ്പിളാണ്. സലാസ സലാസൂൻ, അർബഅ അർബഊൻ, ഖംസ ഖംസൂൻ, സിത്ത സിത്തൂൻ, സബ്അ സബ്ഊൻ, സമാനിയ സമാനൂൻ, തിസ്അ തിസ്ഊൻ. ഓക്കെ. പിന്നെ 10ന് അശറ, 20ന് ഇശ്റൂൻ, പിന്നെ 100ന് മിഅ. ഇത്രയും എണ്ണൽ സംഖ്യകൾ എന്ത് ചെയ്യാം മക്കള്? നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നോക്കൂ. വസ്വല നിയാസുൻ. നിയാസ് എത്തി. ഇലൽ ബുസ്താനി. എങ്ങോട്ടേക്ക് എത്തി? പൂന്തോട്ടത്തിലേക്ക് എത്തി, ഗാർഡനിലേക്ക് എത്തി. അപ്പൊ ഗാർഡൻ 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 എന്നതിന്റെ അറബി വേർഡ് പഠിച്ചു നോക്കുക. എന്താണ്? അൽ ബുസ്താനാണ് കേട്ടോ. ബുസ്താനാണ്. ഏതെങ്കിലും ചോദ്യത്തിലൊക്കെ വരും. അപ്പൊ ഗാർഡൻ, ബുസ്താൻ. അൽ ബുസ്താൻ എന്ന് പറഞ്ഞാലാണ് ഗാർഡൻ. അപ്പൊ നമ്മുടെ നിയാസ് എന്ത് ചെയ്തു? ബുസ്താനിലേക്ക് എത്തി. എവിടത്തേക്ക് എത്തി? നമ്മുടെ ഗാർഡനിലേക്ക് എത്തി. അപ്പം നോക്കൂ, അവിടെ നമ്മുടെ നിയാസ് എന്തിനെ കാണുകയാണ്? ഒരു സിഞ്ചാബിനെ കാണുകയാണ്. സിഞ്ചാബ്, സ്ക്വിറൽ. സ്ക്വിറൽ അണ്ണാനെയാണ് എന്ത് പറയാ? സിഞ്ചാബ് എന്ന് പറയാം കേട്ടോ. അണ്ണാനാണ് സിഞ്ചാബ് എന്ന് പറയാ. അപ്പൊ സ്ക്വിറൽ, അണ്ണാന് സിഞ്ചാബ്, ബുസ്താന് ഗാർഡൻ. ബുസ്താൻ ഗാർഡൻ, സിഞ്ചാബ് സ്ക്വിറൽ അല്ലെങ്കിൽ അണ്ണാൻ. ഈ വേർഡ് മീനിങ് ഒക്കെ പഠിച്ചു വെക്കണം. നല്ല മക്കളായിട്ട് പഠിച്ച് പരീക്ഷ എഴുതണം. സ്കൂൾ തലമൊക്കെ കഴിഞ്ഞ് ഉപജില്ലയാണ് നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ്. അതിലേക്ക് എത്തണം. പിന്നെ ജില്ല, അങ്ങനെ പോകണം കേട്ടോ. ഇനി നോക്കൂ. യാ ബബ്ഗാ ഈ, യാ ബബ്ഗാ ഈ എന്ന് പറഞ്ഞൊരു പാട്ടിന്റെ വരികളാണ്. അപ്പൊ ബബ്ഗാ എന്ന് പറഞ്ഞാൽ എന്താ? പാരറ്റ്. ബബ്ഗാ പാരറ്റ്, തത്ത കേട്ടോ. അപ്പൊ ബബ്ഗാന്റെ മീനിങ് പഠിച്ചു വെക്കും മക്കള്. ബബ്ഗാ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരറ്റ് അല്ലെങ്കിൽ തത്തയാണ് ബബ്ഗാ. ബബ്ഗാന്റെ മീനിങ് പഠിച്ചു വെക്കണം. അതറിയാതെ എക്സാമിന് പോകരുത്. അപ്പൊ എന്താണ് ബബ്ഗാ? തത്ത അല്ലെങ്കിൽ പാരറ്റ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹദീസിന്റെ ഭാഗമാണ്. ഒരു ഹദീസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിലെ ഏതെങ്കിലും വാക്കുകൾ വിട്ടിട്ട് ആ ഭാഗം ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി വരും. ഇതിനു മുമ്പ് അത് വന്നിട്ടുണ്ട്. അപ്പൊ എന്താ ഹദീസ് നോക്കൂ. ഇർഹമു മംഫിൽ അർളി. ഇതിന്റെ ആദ്യത്തെ ഭാഗം ഞാൻ പറയുന്നത് നന്നായിട്ട് കേൾക്കുക, എന്നിട്ട് മനസ്സിലേക്ക് കയറ്റുക. എന്താണ് ആദ്യത്തെ ഭാഗം? ഇർഹമു മംഫിൽ അർള്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇർഹമു മംഫിൽ അർള് കേട്ടോ. ഒന്ന് പറഞ്ഞു നോക്കൂ എല്ലാവരും. എന്താണ്? ഇർഹമു മംഫിൽ അർള്. ഓക്കെ. രണ്ടാമത്തെ ഭാഗം എന്താണെന്നറിയോ? യർഹമുക്കും മംഫിസ്സമാ. യർഹമുക്കും മംഫിസ്സമാ. അപ്പൊ ഒന്നാമത്തെ ഭാഗം എന്തായിരുന്നു? ഇർഹമു മംഫിൽ അർളി. രണ്ടാമത്തെ ഭാഗം എന്താണ്? യർഹമുക്കും മംഫിസ്സമാ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇർഹമു എന്നുള്ള ഈ ഒരു പദമായിരിക്കാം, അല്ലെങ്കിൽ മംഫിൽ അർള് എന്നുള്ള പദമായിരിക്കാം, അല്ലെങ്കിൽ യർഹമുക്കും എന്നുള്ള പദമായിരിക്കാം, അല്ലെങ്കിൽ സമാ എന്നുള്ള പദമായിരിക്കാം. ഇതിലേതെങ്കിലും ഒരു പദം ക്വസ്റ്റ്യനിൽ ഒഴിവാക്കി തന്നിട്ട് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറയും. അപ്പോൾ മക്കൾ ഇത് പഠിച്ചു വെക്കുക. എന്താ മക്കളെ? ഇർഹമു മംഫിൽ അർളി യർഹമുക്കും മംഫിസ് സമാ എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അത് പഠിച്ച് വെക്കണേ, എന്നാലാണ് അത് കിട്ടുള്ളൂ. ഇനി നോക്കൂ. റഅയ്തു ഫർഖൻ യബ്കി ഫിൽ മത്വരി. ഫർഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഴിക്കുഞ്ഞ് കേട്ടോ. ഫർഖ് കോഴിക്കുഞ്ഞിനാണ് ഫർഖ് എന്ന് പറയാം കേട്ടോ. കോഴിക്കുഞ്ഞ്. അപ്പൊ അതിന്റെ അർത്ഥം പഠിച്ചു നോക്കുക. റഅയ്തു ഫർഖൻ, ഞാൻ എന്ത് ചെയ്തു? ഒരു കോഴിക്കുഞ്ഞിനെ കണ്ടു. യബ്കി ഫിൽ മത്വരി, മഴയത്ത് ഇങ്ങനെ
കരയുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഫർഹ്, പിന്നെ അതുപോലെ തന്നെ മത്വർ റെയിൻ, മത്വർ റെയിൻ, മത്വർ കേട്ടോ റെയിൻ. അപ്പോൾ ഫർഹ് ചിക്ക് അല്ലെങ്കിൽ കോഴിക്കുഞ്ഞ്, മത്വർ എന്താണ് റെയിനാണ്. സഖത്ത മിനൽ ഉഷി, സഖത്ത നമ്മൾ നേരത്തെ ഇന്ന് നമ്മൾ തുടങ്ങുമ്പോൾ പറയുന്നു സഖത്ത കേട്ടോ. എന്തായിരുന്നു സഖത്ത? വീണു എന്നാണ് അല്ലേ, ഫെൽ ഡൗൺ അല്ലേ, വീണു എന്നാണ് സഖത്ത എന്ന് പറഞ്ഞാൽ. ഉഷ് എന്താന്ന് പറയാ മക്കളെ? ഉഷ്, ഉഷ് എന്താന്ന് പറയാ? ഉഷ് ഉഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടാണ് കേട്ടോ. ഉഷ് എന്ന് പറഞ്ഞാൽ കൂടാണ്. പിന്നെ യർത്തജിഫു മിനൽ ബർദി അല്ലേ, ആ തണുപ്പത്ത് ഇങ്ങനെ ചിറകടിക്കുന്നു. അപ്പോൾ നിങ്ങളിവിടെ ഫർഹ് പഠിക്കുക, മത്തർ പഠിക്കുക, ഉഷും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇനി നോക്കൂ, അദ്ദാരിസു അൽ മുദരിസു. ഇതിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയുമായിരിക്കും അല്ലേ. ദാരിസ് എന്ന് പറഞ്ഞാൽ ആരാ? ദാരിസ്, ദാരിസ്, ദാരിസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ്, വിദ്യാർത്ഥിയാണ്. മുദരിസ് ആരാന്നറിയോ? ടീച്ചർ അല്ലെങ്കിൽ അധ്യാപകനാണ്. ദാരിസ് വിദ്യാർത്ഥി, മുദരിസ് അധ്യാപകൻ. ഇത് രണ്ടും പഠിച്ചു നോക്കണേ. ദാരിസ് വിദ്യാർത്ഥി, മുദരിസ് അധ്യാപകൻ. ഇനി നോക്കൂ, ഇനി അടുത്തത് നോക്കൂ. ഇന്ത മൗഖിഫിൽ ഹാഫിലത്തി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം ഇതും ചോദ്യം വന്നിട്ടുണ്ട്. മൗഖിഫുൽ ഹാഫില, ഹാഫില എന്ന് പറഞ്ഞാൽ എന്താ? ബസ് അല്ലേ. മൗഖിഫുൽ ഹാഫില എന്ന് പറഞ്ഞാലോ ബസ് സ്റ്റാൻഡ് ആണ് കേട്ടോ. മൗഖിഫുൽ ഹാഫില എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡ്. ഹാഫില ബസ്സും മൗഖിഫുൽ ഹാഫില എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡും ആണ്. ഇനി നമുക്ക് മറ്റൊരു സ്ഥലം പറയാം. നമ്മളിങ്ങനെ പലപ്പോഴും പോകുന്ന മറ്റൊരു സ്ഥലമാണ് മഹല്ലുൽ അഖ്മിഷ. മഹല്ലിൽ അഖ്മിഷ, മഹല്ലിൽ അഖ്മിഷ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ടെക്സ്റ്റൈൽസ് ആണ് കേട്ടോ. അഖ്മിഷ എന്ന് പറഞ്ഞാൽ കുമാഷ് അല്ലെ, ഡ്രസ്സ്. അഖ്മിഷ ഡ്രസ്സസ് എന്നാണ്. മഹല്ലുൽ അഖ്മിഷ എന്താണ്? ടെക്സ്റ്റൈൽസ് ആണ്. മൗഖിഫുൽ ഹാഫിലയാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, അതെന്താണ്? ബസ് സ്റ്റാൻഡാണ്. ഇനി അടുത്ത് നമ്മൾ 2 തരം ഡ്രസ്സുകളെ കുറിച്ച് പഠിക്കുകയാണ്. ബന്തലൂനാണ് ഒന്ന്, അത് പാൻസ് ആണ്. കമീസ് പിന്നെ ഷർട്ടാണ്. ബന്തലൂനും കമീസും കേട്ടോ. ബന്തലൂന് പാൻസും, കമീസ് ഷർട്ട് അല്ലെങ്കിൽ നീളക്കുപ്പായം. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? കുറച്ച് ഫിയലുകളും അതിൻ്റെ മുലാരി ആയിട്ടുള്ള രൂപങ്ങളുമാണ്. അപ്പം ഇതും പരീക്ഷയ്ക്ക് വരും മക്കളെ. മാലി മുലാരി, മാലി തന്നിട്ട് മുലാരിങ്ങളോട് ചോദിക്കും. ഒന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്, ദഹബ അല്ലേ, ദഹബ. അതിൻ്റെ മുലാരി എന്താണ്? യദ്ഹബു. അപ്പം നിങ്ങൾ നോക്കൂ, ഈ ദഹബയുടെ മുലാരിയിൽ പിന്നെ എന്തൊക്കെയുണ്ട്? യദ്ഹബുൽ ദാ ഉണ്ട്, ഹാ ഉണ്ട്, ബാ ഉണ്ട് അല്ലേ. യദ്ഹബു അപ്പം സിമ്പിൾ ആണല്ലോ. ദഹബ യദ്ഹബു. പിന്നെ ഖറജ അല്ലേ. ഖറജൻ്റെ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കണം? ഖറജൻ്റെ മുലാരിയിൽ ഖറജയിലെ ഖാ വേണം, റാ വേണം, ജീമും വേണം. അപ്പം അതിൻ്റെ മുമ്പ് പിന്നെ ഒരു യാ വന്നു. ഏതുപോലെ നേരത്തെ നമ്മൾ ദഹബയുടെ മുലാരി പറഞ്ഞപ്പം അതിലും ദാ ഉണ്ട്, ഹാ ഉണ്ട്, ബാവും ഉണ്ട്. അതിൻ്റെ മുമ്പിൽ ഒരു യാ വന്നു. ഖറജൻ്റെതാവുമ്പോഴും ഖാ ഉണ്ട്, റാ ഉണ്ട്, ജീമുണ്ട്. അതിൻ്റെ മുമ്പിൽ ഒരു യാ വന്നു. ഇപ്പം ഏകദേശം ഓടിയിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് മുലാരി വരുന്നത് അല്ലേ. മാലീൻ്റെ അതേപോലെ തന്നെ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു യാ ഇട്ട് കൊടുക്കുക അല്ലേ. അങ്ങനെയല്ല ഇപ്പം ഇവർ ചെയ്തത്. ഇനി ഹസീന നോക്കൂ, ഹസീന അതാ കണ്ടോ, ഹസീന. അപ്പം എന്തായിരിക്കും? ആദ്യം ഒരു യാ ഇട്ട് കൊടുത്തു, എന്നിട്ട് ഹസീനയിലെ ഹാ വന്നു, സാ വന്നു, നൂന് വന്നു. യഹ്സനു, ഹസിന യഹ്സനു. അപ്പം 4 ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് തിരഞ്ഞെടുത്താൽ മതി. ഇനി വഖഫ അപ്പം എന്തായിരിക്കും? യഖിഫു ആണ്. അപ്പം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വഖഫയുടെ തുടക്കത്തിൽ വാവാണ്, പക്ഷെ നമ്മൾ അതിൻ്റെ മുലാരിയിൽ എന്ത് കാണുന്നില്ല? ഒരു വാവിനെ കാണാനില്ല. അപ്പം അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. മുലാരിയിലുള്ള ഏതാണ്ട് ചില അക്ഷരങ്ങളൊക്കെ മാലിയിലുള്ള ഏതാണ്ട് അക്ഷരങ്ങളൊക്കെ 1-2 അക്ഷരങ്ങളൊക്കെ ഒത്തുവരും മുലാരി ആകുമ്പം. അപ്പം അതുകൊണ്ട് നമുക്ക് ഓപ്ഷനിൽ നിന്ന് മുലാരി കണ്ടെത്താൻ എളുപ്പമായിരിക്കും. എല്ലാ അക്ഷരം ഉണ്ടോ എന്നില്ലോ എന്ന് നിങ്ങൾ നോക്കണ്ട. ഏകദേശം അതിലുള്ള അക്ഷരങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. അടുത്തത് മക്കളെ കാലയാണ്. അടുത്തത് കാലയാണ്. കാലൻ്റെത് യക്കൂലു ആണ്. ഇതാ വരുന്നു. കാലൻ്റെത് ഏതാണ്? യക്കൂലു. കാലൻ്റെത് യക്കൂലു ആണ് കേട്ടോ. അടുത്തത് അഴ്ത്വാന്നാണ്. നിങ്ങൾ തന്നെ പറയൂ. എവിടെ വരുന്നു? എവിടെ? അതാ
യുഅ്തി അല്ലേ. അടുത്തത് ഇഷ്തറ എന്നാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലേ. ഇഷ്തറ അതിൻ്റെ മുലാരി ഏതായിരിക്കും? യഷ്തരി എന്നാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ മാലി കിട്ടിക്കഴിഞ്ഞാൽ മുലാരിയും, മുലാരി തന്നിട്ട് മാലി ചോദിച്ചാൽ അങ്ങോട്ടും എഴുതാൻ നമുക്ക് കഴിയണം. ഇനി ഇവിടെ നോക്കൂ, ഫവജദ സുംബൂറൻ അല്ലേ, സുംബൂറൻ. അപ്പം ഇത് നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ഒരു വേർഡാണ്. നിങ്ങൾ ഒരു കഥകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. പലതരത്തിലുള്ള കഥകൾ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ പാഠപുസ്തകങ്ങളിൽ പിന്നെ നമ്മൾ പല വേർഡ്സും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു വേർഡാണ് എന്ത്? സുംബൂർ എന്ന് പറയുന്നത്. സുംബൂർ. സുംബൂർ എന്താ? പൈപ്പ് അല്ലെങ്കിൽ ടാപ്പ് കേട്ടോ. അപ്പോൾ പൈപ്പ് ടാപ്പിനൊക്കെയാണ് എന്ത് പറയുക? സുംബൂർ എന്ന് പറയാം. സുംബൂർ പഠിച്ചു വെക്കണേ. ടാപ്പ് അല്ലെങ്കിൽ പൈപ്പാണ് സുംബൂർ. പിന്നെ അടുത്തതാണ് കാറൂറത്ത്. കാറൂറത്ത് 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 എന്ന് പറഞ്ഞാൽ എന്താണ്? ബോട്ടിലാണ് കേട്ടോ. വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അത് അങ്ങനെ ഉപയോഗിക്കുന്ന ബോട്ടിലിനാണ് കാറൂറത്ത് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയും മതി ഇന്ന്. ബാക്കി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ പറഞ്ഞ വേർഡ് മീനിങ്സ് കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ അതിൽ നമ്മൾ പറഞ്ഞ ഗ്രാമറുമായി ബന്ധപ്പെട്ട മാലി, മുലാരി, അൻത, അൻതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് എന്തായാലും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ക്ലാസ്സൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.